എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് സ്വലാത്തിന്റെ മജ്ലിസല്ലേ. ഗൗസുൽ ആദം തങ്ങളുടെ ചെറിയ ഒരു സംഭവം നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യം ഒന്നുകൂടി ബറക്കത്തിന് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഗൗസുൽ ആദം തങ്ങൾ മദീനയിൽ ചെന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫീ ഹാലത്തിൽ ബഅദി റൂഹികും തുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി فهذه نوبة الأشباح قد حضرت فامدد يمينك كي تحظى بها شفتي. ഓ തങ്ങളെ, ഞാൻ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള തങ്ങൾക്ക് സ്വലാത്ത് അയക്കുന്ന ആളാണ്. ഹില്ലൂര് സ്വലാത്തിൽ പങ്കെടുക്കുന്നവരെ, ഇതൊരു പ്രതീക്ഷയാണ്. ഈ സ്വലാത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ മദീനത്തേക്ക് ചെന്നാൽ മദീനയുടെ മൈലുകൾക്കപ്പുറം ചെല്ലുമ്പോഴേക്ക് മദീനത്ത് മലക്കുകൾ ചെന്ന് മുത്തുനബി തങ്ങളോട് പറയും, ഓ തങ്ങളെ, സാധാരണ സ്വലാത്ത് ചൊല്ലുന്ന ഒരാൾ വരുന്നുണ്ട് നബിയേ. മദീനയുടെ അതിർത്തിയിലെത്തിയിട്ടുണ്ട് നബിയേ. ഞങ്ങൾ സാധാരണ കില്ലൂര് നിന്ന്, അല്ലെങ്കിൽ ബായാറ് നിന്ന്, അല്ലെങ്കിൽ സഅദിയയിൽ നിന്ന്, അല്ലെങ്കിൽ മഅദിനിൽ നിന്ന്, അല്ലെങ്കിൽ മർക്കസിൽ നിന്ന്, അല്ലെങ്കിൽ ഖുറാത്തങ്ങളുപ്പാപ്പാന്റെ ആ പ്രദേശത്ത് നിന്ന്, അല്ലെങ്കിൽ കൊല്ലം ഖാദിസിയയിൽ നിന്ന്, അല്ലെങ്കിൽ സിറാജുൽ ഹുദയിൽ നിന്ന്, എവിടെന്നോ ആവട്ടെ, ഏതു നാട്ടുകാരനാവട്ടെ, അതാ മലക്കുകൾ ചെന്ന് പറയും, തങ്ങളെ സ്വലാത്ത് സാധാരണ ഞങ്ങൾ കൊണ്ട് തരാറില്ലേ, ആ ആള് വരുന്നുണ്ട് നബിയേ. ഉടനെ മുത്തുനബി തങ്ങൾ പറയും, ഓ മലക്കുകളെ, എനിക്കിവിടെ ഹുജ്ജാബുൽ മദീനയുണ്ട്. ഒരു പ്രോട്ടോകോളിലാണ് ഞാൻ ഇവിടെയുള്ളത്. നിങ്ങൾ എൻ്റെ പ്രതിനിധികളായി പോകണം, അവരെ സ്വീകരിക്കണേ. സ്വീകരിക്കാൻ വേണ്ടി മലക്കുകളെ പറഞ്ഞു വിടും. അങ്ങനെ മലക്കുകളോട് പറയും, നിയാബത്തൻ അന്നീ, എന്റെ പ്രതിനിധികളായി നിങ്ങൾ പോയി സ്വീകരിക്കണം. സാഫിഹുർ റുക്ബാൻ, അവര് വാഹനത്തിലാണെങ്കിൽ അവരെ മുസാഫഹ ചെയ്തുകൊണ്ട് സ്വീകരിക്കണം. വാനിഖൂ അൽ മിശാത്ത്, നടന്നു വരുന്നവരാണെങ്കിൽ അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കണം. വാഹനത്തിലാണെങ്കിൽ അവരെ മുസാഫഹ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരണേ എന്ന് സ്വലാത്ത് ദായിമാക്കുന്ന ആളുകളെ മദീനയുടെ അമ്മിൻ അംയാലിൽ മദീന, മദീനയോട് മൈലുകൾ അടുക്കുന്ന നേരത്ത് മലക്കുകൾ വന്ന് സ്വീകരിക്കുന്നതാണ്. അല്ലാഹുവേ, അങ്ങനൊരു ഭാഗ്യം സാധുക്കളായ ഞങ്ങൾക്ക് മദീനത്ത് ചെല്ലുമ്പോ തരണേ റഹ്മാനേ. അൽഹംദുലില്ലാഹ്, ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 രാവിൽ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയൊക്കെ പങ്കെടുത്ത ഒരു മജ്ലിസിൽ സാധുക്കളായ ഞങ്ങൾക്കും മദീനയിൽ ഒരു മൗലിദിന്റെ മജ്ലിസിൽ കൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു ഭാഗ്യമായി കാണുകയാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനേ. പറയട്ടെ, തങ്ങൾ പറയാണ്, ലോകത്തിന്റെ ദൂരദിക്കിലായിരിക്കുമ്പോ ഞാൻ സ്വലാത്ത് സലാം അയക്കാറുണ്ട്. ഇപ്പോഴവിടുത്തെ തിരുസന്നിധാനത്തിൽ വന്നതാണ്. അവിടുത്തെ തിരുകരമൊന്ന് തരണേ നബിയേ, ഒന്ന് ചുംബിക്കാനാണ്.
ഇതങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ ഹബീബായ തങ്ങളുടെ തിരുകരം ഖബറു ശരീഫിന്റെ ഉള്ളിൽ നിന്ന് ഔസുൽ ആലം തങ്ങളിലേക്ക് ഉയർത്തിക്കൊടുക്കുകയാണ്. ഔസുൽ ആലം തങ്ങളത് മുത്തി. ഇതേ വരികൾ തന്നെ പിൽക്കാലത്ത് അഹ്മദുൽ കബീർ അർ-റിഫായി തങ്ങൾ ചൊല്ലി. തർദുൽ ലഫായി ഫീ മനാഖിബിർ റിഫായി എന്ന ഗ്രന്ഥത്തിൽ ഇത് ഗൗസുൽ ആലം തങ്ങൾക്ക് ആദ്യമുണ്ടായെന്നും അതിന്റെ പകർപ്പാണ് അഹ്മദുൽ കബീർ തങ്ങൾക്ക് ലഭിച്ചതെന്നും ഇമാമെ അഹ്മദ് റിളാ ഖാന ഫാദിലെ ബറേൽവി തങ്ങൾ രേഖപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഇമാം ഹാഫിളു സുയൂത്തി തങ്ങളുടെ കാലത്ത് സുയൂത്തി ഇമാമ തങ്ങളോടൊരു ചോദ്യം. അഹ്മദുൽ കബീർ തങ്ങൾക്ക് ഇങ്ങനെ ഒരു കറാമത്തുണ്ടായിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു കറാമത്തുണ്ടാകാമോ? ഇമാം സുയൂത്തി തങ്ങൾ ആ വിഷയം സ്ഥിരപ്പെടുത്തിക്കൊണ്ടൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഇമാം സുയൂത്തി തങ്ങൾ മുതൽ അഹ്മദുൽ കബീർ തങ്ങൾ വരെയുള്ള പരമ്പരയുണ്ട്. അഹ്മദുൽ കബീർ തങ്ങൾക്ക് ഈ സംഭവം ലഭിക്കുമ്പോൾ മദീനത്തെ പള്ളിയിൽ ഉണ്ടായിരുന്നവർ മുതൽ ഇമാം സുയൂത്തി തങ്ങൾ വരെ മുറിയാത്ത പരമ്പരയും അത് സാധ്യമാണെന്ന് സ്ഥിരപ്പെടുത്തുന്ന പ്രമാണങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് എഴുതിയ കിതാബ് സാധുക്കളായ ഞങ്ങൾക്ക് നൽകിയത് അഹ്മദുൽ കബീർ തങ്ങളുടെ ഒരു പേരക്കുട്ടി കുവൈത്തിൽ ഉണ്ട്, യൂസുഫ് ഹാഷിം അർ-റിഫായി എന്നവർ. അവരാണ് ഞങ്ങൾക്ക് കിതാബ് നൽകിയത്. ചിലപ്പോൾ തങ്ങൾ പാപ്പാക്കും മറ്റു പലർക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെ അണമുറിയാതെ നിൽക്കുന്ന കറാമത്താണ് ഈ ഉമ്മത്തിലെ മുഴുവൻ ഔലിയാക്കളുടെയും കറാമത്ത്. മുത്തുനബി തങ്ങളുടെ മുഅ്ജിസത്താണ് എന്ന് ഇമാം യൂസുഫ് നബ്ഹാനി തങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോഴത് മുത്തുനബി തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. അർഹമുർ റഹീമായ